ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നത് ഒരടിപൊളി ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണ്ടിക്കലും നമുക്ക് കഴിക്കാം. അതിനുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. അതിന് വേണ്ടി ഞാൻ ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്ത ഉരുളക്കിഴങ്ങാണ്. ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ലേശം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ്. ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. പിന്നെ അതിൽ ചേർക്കേണ്ടത് ഇതെല്ലാം: കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, തക്കാളി, ക്യാരറ്റ്. ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. ഇത് ചേർത്തിട്ടാണ് നമ്മൾ ഇന്നാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടാലോ. അപ്പം ഞാൻ മിക്സീൻ്റെ ജാറിലേക്ക് റവ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് അരിപ്പൊടി, അധികമൊന്നുമില്ല, കുറച്ച് അരിപ്പൊടിയും കൂടി ഞാനൊന്ന് എടുക്കട്ടെ. ലേശം, ഒരുപാട് വേണ്ട. എടുത്ത് വെച്ച് കുറച്ച് അരിപ്പൊടി അടുത്ത് തന്നെ വെച്ചിട്ട് അരിപ്പൊടിക്ക് തട്ടുന്നു. ഇത്രയും എടുത്തിട്ടുള്ളേ, കുറച്ച്. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിനെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചിട്ടെടുക്കുകയെന്ന് വേണ്ടത്. ഓക്കെ. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കും. പിന്നെ അരക്കാൻ വേണ്ട വെള്ളം ഞാൻ ഇനി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അരച്ചെടുക്കാം. റവയും അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കുക. ഉരുളക്കിഴങ്ങ് ഇതിൻ്റെ അകത്ത് നല്ലോണം അരിഞ്ഞോളും. ഓക്കെ. അപ്പം ഞാനിത് അരച്ചിട്ട് കൊണ്ടുവരുന്നേ. എന്നിട്ട് കാണാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്, കുറച്ച് മാത്രം. കുറച്ച് പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കുറച്ച് ക്യാരറ്റ്. ഇതെല്ലാം കൂടി ഞാൻ കുറച്ചൊന്ന് ഈ കൂട്ടത്തിലിട്ടിട്ട് അരക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം വെറുതെ ഇങ്ങനെ ഇട്ടിട്ടാണ് ആക്കുന്നത്. അപ്പം ഞാൻ അരച്ചെടുത്തിട്ട് വരുന്നേ. അപ്പം ഞാനിത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. കണ്ടല്ലോ, ഇതിലിപ്പോൾ അരച്ചതൊന്നും കാണാനില്ല. അപ്പോൾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടണം. അപ്പോൾ ഈ കൂട്ടിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട്, അപ്പോൾ ജാറ് കഴുകിയിട്ടുള്ള വെള്ളവും കൂടി അതിൽ ഞാൻ ഒഴിക്കുന്നുണ്ട്. കണ്ട. അപ്പോൾ അതും കൂടി അടി ഒഴിച്ചു. ഇനി നമുക്ക് ഒരു പരിപാടി കൂടി ഉണ്ട്. ഇനി നമുക്ക് ആ മുറിച്ച് വെച്ച തക്കാളി, കറിവേപ്പില, പച്ചമുളക്, ക്യാരറ്റ് ഇതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് അപ്പക്കാരവും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട്. അതും കൂടിയായിട്ട് ഇളക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നാലേ ശരിയാവും. ഒരു നുള്ള് അപ്പക്കാരം ഇട്ട് കൊടുത്തു. കുറച്ചേ ഇട്ടിട്ടുള്ളേ, ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. ഒന്നത് പൊന്തി വരാൻ വേണ്ടിയിട്ട് ആ കൂട്ടൊന്ന് റെഡിയാക്കുക. എല്ലാം കൂടി ഞാനൊന്ന് ഇളക്കി വെക്കാം. എന്നിട്ട് കാണിച്ചു തരാം. അപ്പം എല്ലാം കൂടി ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടി അടച്ച് വെക്കാം. അപ്പോൾ ഉപ്പെല്ലാം നമുക്ക് ഈ സമയത്ത് നോക്കിയിട്ട് വേണ്ടിക്കൽ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആരെങ്കിലും ഇതുവരെയും തയ്യാറാക്കിനോ ഇല്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അടിപൊളിയാണ്. ഉപ്പെല്ലാം പാകത്തിനുണ്ട്. ഇനി ഉപ്പൊന്നും വേണ്ട. ആവശ്യത്തിനുള്ള എരിവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ഇത് കറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തിന്നാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒന്ന് റെസ്റ്റ് ചെയ്യട്ടെ. അത് ഞാൻ അടച്ചു വെക്കുന്നതാണ്. അടച്ചു വെച്ചു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കിയാലോ. അപ്പോൾ ഇതാ കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട്. കുറച്ചും കൂടി നേരം വെച്ചാൽ ഇതിലും പൊന്തും. ഇനി അധികം സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതായാലും ഇത് ചുട്ടെടുക്കാൻ നോക്കുന്നതാണ് ഗൈസ്.
അപ്പോൾ നമുക്കിത് ചൂടാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സാധാരണ ആക്കുന്ന പോലെയല്ല, ഈ ഒരു പാനിൻ്റെ അകത്താണ് ഞാനിത് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ഞാനത് ചൂടാൻ നോക്കട്ടെ. അപ്പോൾ ഗ്യാസ് കത്തിച്ചു. പാനി വെച്ചു. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുക്കണം. അധികം തീയാക്കാൻ പാടില്ല. എന്നിട്ട് വേണം ഇതിനെ ചുട്ടെടുക്കാൻ. അപ്പം ഞാൻ വെളിച്ചെണ്ണ തടവുന്നുണ്ട്. വെളിച്ചെണ്ണ തടവി ഒഴിക്കുന്നുണ്ട്. കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, ഒരുപാട് വണ്ണത്തിലൊന്നും ഒഴിക്കുന്നില്ല. ഇത് ഗ്യാസ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇതേപോലെയാണ് നമ്മളെല്ലാം ചുട്ടെടുക്കേണ്ടത്. കണ്ടല്ലോ ഇതാ. അപ്പം അടുത്ത് ഒഴിക്കട്ടെ. ഇത് അടച്ചു വെക്കുന്നെങ്കിൽ അടച്ചു വെക്കാം. ഞാൻ പിന്നെ കുഞ്ഞി പാത്രമായതുകൊണ്ട് അടച്ചു വെക്കാനുള്ള ഇതില്ല. പിന്നെ പ്ലേറ്റ് എങ്ങാനും എടുത്തിട്ടാണ് നടക്കേണ്ടത്, അതാണ് നടക്കാത്തത്. ചുപ്പിരു ഇതത് ഇങ്ങനെ മറച്ചിട്ടോളുക, എന്നിട്ട് എല്ലാം ആക്കി എടുത്തോളുക. അങ്ങനെ ഇതാ ഞാനിപ്പം 3 എണ്ണം ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഞാൻ അങ്ങനെ ചുട്ടെടുത്തിട്ട് വരുന്നേ. അപ്പോൾ ഇത് ഞാൻ അടച്ചിട്ടുണ്ട്. ഒരു പ്ലേറ്റിനെ കൊണ്ടാണ് അടച്ചിട്ടുള്ളത്. എന്നിട്ടാണ് ഇപ്പം ആക്കുന്നത്. അടച്ചിട്ടും നമുക്ക് ആക്കാം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. കറിയൊന്നും വേണ്ട. അഥവാ കറി വേണ്ടിക്കൽ ഒരു തക്കാളി ചട്നി പോലത്തെ എന്തെങ്കിലും ആക്കിയിട്ട് കഴിക്കാം. അല്ലേ എന്ത് കറി ആയാലും കുഴപ്പമില്ല. സാമ്പാറാണെങ്കിൽ സാമ്പാർ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാനെല്ലാം ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, എല്ലാം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. 1 ഗ്ലാസ് റവേനെ കൊണ്ട് കിട്ടിയതാണ് ഇതെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കണ്ട, നല്ല അടിപൊളി സാധനം. ഇതാ കണ്ടല്ലോ, ഇതാ കണ്ട, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. ബൈ.